ആ ക്യാരക്ടറിലേക്ക് അങ്ങ് ഇറങ്ങി വീട്ടിൽ ചെന്നാലും ചിലപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ദിലീപേട്ടനൊക്കെ പറയുന്നുണ്ട് ചാന്തുപൊട്ട മൂവിയൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ആ ഒരു മാനറിസം കംപ്ലീറ്റ്ലി അങ്ങോട്ട് വിട്ട് കളയാൻ പറ്റുന്നില്ല. ഒരു ഇറച്ചി വെട്ടുകാരിയായിട്ട് അത് പ്രത്യേകിച്ചും ഒരു പാടുള്ളൊരു ജോബാണ്. ആ ഒരു ജോബ് ആ ഒരു റോള് കൈകാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഞാനായിരുന്നു അവിടുത്തെ ഇറച്ചി മുഴുവൻ വെട്ടിക്കൊണ്ടിരുന്നത് കുറേ നാളത്തേക്ക്. സത്യമാണോ? വെറുതെ. എങ്കിലും ഞാൻ റോള് ഭയങ്കരമായിട്ടും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു റേച്ചൽ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും, കാരണം അത്രയും ശക്തയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കും അവരെ അങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശതമാനം ധൈര്യമൊക്കെ പലപ്പോഴും നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ പുറത്തേക്ക് എടുക്കാറുണ്ട്, ആ ധൈര്യമൊക്കെ. പക്ഷെ എന്നാലും അത്രയും യൂണീക്കായിട്ടുള്ള ഒരു സ്ത്രീയെ നമ്മൾ വളരെ വിരളമായിരിക്കും ജീവിതത്തിൽ കാണുന്നത്. അപ്പോൾ ശരിക്കും ആ മൂവി കണ്ടാലേ എന്തുകൊണ്ടാണ് റേച്ചൽ അങ്ങനെ ആ ഒരു ജോബിലേക്ക് പോയതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ? ആ മൂവി കാണുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റേച്ചൽ ആരാണ് എന്താണെന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. റേച്ചലെ മാത്രമല്ല മറ്റ് കഥാപാത്രങ്ങളെയും സിനിമ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. എന്തായാലും മൂവി റേച്ചലിനെ ചുറ്റിപ്പറ്റിയാണ്. ഓഫ് കോഴ്സ് വരുൺ അവിടെ ഉണ്ട്. വരുൺ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ടുണ്ട്, ഇനി അടുത്തൊരു ജോർജ് കുട്ടിയായിട്ട് ബാബുരാജ് സാർ വല്ലതും മാറുമോ എന്നുള്ളത്. ഒരുപാട് പേരിങ്ങനെ ടീച്ചർ ഇറങ്ങിയപ്പോൾ അതിലിങ്ങനെ കമൻറ്റ് ചെയ്തേക്കുന്നു. മൂവി കാണട്ടെ? അത് മൂവി കാണട്ടെ, നമ്മളിപ്പം ആ സസ്പെൻസ് പൊളിക്കേണ്ട എന്താന്നുള്ളത്. യെസ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വരുണുമായിട്ടുള്ള, ഇപ്പോൾ ഓൾറെഡി രാധിക മാമുമായിട്ടുള്ള ഒരു കെമിസ്ട്രി പറഞ്ഞു, വരുൺ ആയിട്ടുള്ള ഒരു എന്തായാലും അങ്ങനെ കുറച്ച് സീൻസൊക്കെ നമ്മൾ സോങ്ങിൽ കണ്ടു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവിടെ ഒരു കെമിസ്ട്രി? വരുൺ നിക്കോളാസ് ആണ്, വരുൺ അല്ല ആക്ച്വലി. ഞങ്ങളുടെ റേച്ചലിൻ്റെ സ്വന്തം നിക്കോളാസ് ആണ്. അപ്പം നിക്കോളാസ് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇന്നസെന്റ് ആണ്, ഭയങ്കര ക്യൂട്ടാണ്. ഒരു പൊതിച്ചോറൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് കള്ളത്തരമൊക്കെ ഉള്ള, കുറച്ച് കുറുമ്പൊക്കെ ഉള്ള നല്ലൊരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കഥാപാത്രം. നമുക്ക് വരുണിനെയും നമ്മുടെ നിക്കോളാസിനെയും കൂടെ റേച്ചലിന്റെ കൂടെ ഒന്ന് വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം ദി സ്റ്റൈലിഷ് ആൻഡ് ഗ്ലാമറസ് വൺ ആൻഡ് ഓൺലി വരുൺ, സോറി റോഷൻ ബഷീർ. നമ്മളെല്ലാവരും ഉണ്ടല്ലോ വരുൺ പ്രഭാകർ എന്നൊരു ഓളത്തിൽ അങ്ങ് പോയേക്കാണ്. അതിൽ നിന്നൊന്ന് മാറണം. നമുക്ക് റോഷൻ ബഷീർ ഇവിടുത്തെ നിക്കോളാസ് ആയിട്ട് തകർക്കാണ്. ഹണി ഓൾറെഡി പറഞ്ഞു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വിത്ത് റോഷൻ. എന്താണ് റോഷന് പറയാനുള്ളത് റേച്ചൽ മൂവിനെ പറ്റി? നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഞാൻ ആദ്യമായിട്ടാണ് ദമാമിൽ വരുന്നത്. ജിദ്ദയിലൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ. എനിക്കൊന്ന് ഈ കൂട്ടത്തിൽ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ ഉണ്ട്, എനിക്ക് കൈ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് സന്തോഷം. ഇതുപോലെ നമ്മളുടെ വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് അഭിമാനം. തീർച്ചയായിട്ടും ഒരുപാട് നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഞാൻ ആദ്യമായിട്ടാണ് ദമാമിൽ വരുന്നത്. ജിദ്ദയിലൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ. എനിക്കൊന്ന് ഈ കൂട്ടത്തിൽ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ ഉണ്ട്, എനിക്ക് കൈ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് സന്തോഷം. ഇതുപോലെ നമ്മളുടെ വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് അഭിമാനം. തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിച്ച സിനിമയാണ് റേച്ചൽ. ഞങ്ങളെല്ലാവരും ഒത്തിരി നാളത്തെ ഒരു സാക്രിഫൈസാണ് ഓരോരുത്തരുടെയും, ബ്ലഡ് സ്വെറ്റ് എന്ന് തന്നെ പറയാം. ഈവൻ ആനന്ദിനി ആയാലും അബ്ദുൾ ഷെയ്ൻ സാറായാലും രാധിക, മഞ്ജു ചേച്ചി, എല്ലാവരും എല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ട് ഈ പറഞ്ഞറിയിക്കാൻ അറിയില്ല. തീർച്ചയായിട്ടും ഹണിയായിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു എനിക്ക് കൂടുതൽ ഈ സിനിമയിലുണ്ടായിരുന്നത്. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അഭിനയ സാധ്യതയുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്ത നിക്കോളാസ്. എന്തായാലും 12th റിലീസാണ്. നിങ്ങളെല്ലാവരും സിനിമ കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങളെല്ലാവരും സിനിമ കാണണം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വരുൺ പ്രഭാകർ, അങ്ങനെ ഒരു ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് റോഷൻ ഒന്ന് മാറണം. അപ്പോൾ ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ എന്താണ് ആദ്യം മനസ്സിലുണ്ടായത്? ഓഫ് കോഴ്സ് മലയാളത്തിൽ എന്നെ സംബന്ധിച്ചത് വലിയൊരു പ്രൗഡ് മൊമെൻ്റാണ്. കാരണം നമ്മൾ അത്രയും വലിയൊരു കഥാപാത്രം ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഒരു മലയാള സിനിമ വേണമെങ്കിൽ അതൊരു വലിയ ബാനറിലായിരിക്കണം, അത് വലിയൊരു ടീമിൻ്റെ കൂടെ ആയിരിക്കണം. അപ്പം അതിന് ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഹണിയുടെ പേരായിട്ട് ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ഷൈൻ ചേട്ടനാണ് എന്നെ വിളിക്കുന്നത്. ബാദുക്കനെ എനിക്ക് നേരത്തെ അറിയാം. ബാദുക്ക പറഞ്ഞു അബ്ദുൾ ഷെയ്ൻ സാർ ഇങ്ങനെ ഒരു പടം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, ആനന്ദിനി ബാലയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇതിലൊരു നിക്കോളാസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്,
അപ്പോൾ നിന്നെ കൊണ്ടത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് വൈ നോട്ട്. നമ്മളെ സംബന്ധിച്ച് കഥാപാത്രങ്ങൾ ചെയ്യുക, ആ കഥാപാത്രങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിന് തക്കമുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു നിക്കോളാസ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് വേറൊരു മലയാളത്തിൽ എനിക്കൊരു വീണ്ടും നല്ലൊരു സെറ്റ് ബാക്കും കംബാക്കും തരുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. രണ്ടുപേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നമുക്ക് നിങ്ങളുടെ ഒരു ഗ്യാങ്ങിലേക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരാളെയും കൂടെ വിളിച്ചാലോ? സെക്കൻഡ് ഹീറോയിൻ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. കട്ടയ്ക്ക് നിൽക്കുന്ന അപ്പൻ എന്ന മൂവിയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന നമ്മുടെയൊക്കെ ശീലയായി കടന്നു വന്ന നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം രാധിക രാധാകൃഷ്ണനെ ഈ വേദിയിലേക്ക്. റേച്ചൽ മൂവിയിൽ ഇവരോടൊക്കെ കിടപിടിച്ച് നിൽക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ച അടിപൊളി സെക്കൻഡ് ഹീറോയിൻ ആണ്. ഹായ് രാധിക, വെൽക്കം ടു ദ മാം. താങ്ക് യു സോ മച്ച്. സെക്കൻഡ് ഹീറോയിൻ ഒന്നും പറയാൻ പറ്റില്ല, ഒരു ക്യാരക്ടർ കിട്ടിയത് നന്നായി ചെയ്തു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിവേ താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് ഈവനിങ് ആൻഡ് നമസ്കാരം. എനിക്ക് ഇങ്ങോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഗൾഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു ഏരിയ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഭാഗമായിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛൻ, ഞാൻ കുഞ്ഞുനാളിലൊക്കെ അച്ഛനെ ഒരു മാസം ലീവിൽ വരുന്നത് മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ്. എന്നെ വളർത്തിയത് മുഴുവൻ അച്ഛൻ ഗൾഫിലേക്ക് കാശ് വെച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വലുതായി ഞാൻ ജോലി ചെയ്തതും കുറച്ച് കാലം ഗൾഫിലായിരുന്നു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി, അതിൽ വീണ്ടും ഗൾഫിൽ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വരാൻ പറ്റി എന്നൊക്കെ ഉള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഗൾഫിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അതൊരു പ്രത്യേകതരം. നമ്മൾ പ്രവാസികൾ അങ്ങനെയാണ്, മനസ്സ് നിറഞ്ഞ് അങ്ങ് സ്നേഹിക്കും. അത് ഇവിടെ ദമാമിൽ വന്നിട്ടുള്ള എല്ലാവരും, പ്രത്യേകിച്ച് നിങ്ങൾ റിയാദിൽ കണ്ടതല്ലേ നമ്മളുടെ ആ ഒരു സ്നേഹം, നിങ്ങൾക്കത് മിസ്സായി. എങ്കിലും ഞങ്ങൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. നമ്മൾ ഇത്രയും പാടുപെട്ടിട്ടായാലും നിങ്ങൾ ദമാമിൽ നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തു. വി ആർ വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ ഹണിയോട് ചോദിച്ച പോലെ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഷൂട്ടിൻ്റെ സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു? ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ഏതായിരുന്നു? ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇറച്ചി വെട്ടുന്നത് അതിൻ്റെ ഒരു ട്രെയിനിങ് തന്നെയായിരുന്നു. അത് അത്രയും അധികം റിയലായിട്ട് കെട്ടാനും ശരിക്കും ഇറച്ചി വെട്ടുകാരാണ് അത് ചെയ്യുന്നത് എന്നുള്ളൊരു നാച്ചുറാലിറ്റി വരാനും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പറയാറുണ്ട് ഇറച്ചി വെട്ടിൻ്റെ ട്യൂഷൻ ഞങ്ങൾക്ക് കിട്ടിയത്. ഒന്നുമില്ല, ഞങ്ങളുടെ സിനിമ അടിപൊളിയാണ്, എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അത്രമാത്രം ഭയങ്കര ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് പറയേണ്ട കാര്യം പറഞ്ഞു. റേച്ചൽ മൂവി ഡിസംബർ 12 ഒഫീഷ്യലി റിലീസ് ആവാണ്. ഈ വന്നിരിക്കുന്ന എല്ലാവരും ടിക്കറ്റ് എടുത്ത് റേച്ചൽ മൂവി കാണൂലേ? പടം ബമ്പർ ഹിറ്റ് എന്ന് ഇപ്പം തന്നെ മനസ്സിലായില്ലേ? ഇത്രയും പേര് നമ്മുടെ ഒരു മൂവി കാണുമ്പോൾ തന്നെ. അപ്പോൾ റിയാദിലും ഇതുപോലൊരു സ്വീകരണമായിരുന്നു. അപ്പോൾ GCC മുഴുവൻ നിങ്ങളുടെ ഈ ഒരു ടീമിന് നല്ലൊരു വെൽക്കമിങ് ആയിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ നമുക്ക് മൂവിയുടെ ഡയറക്ടറെയും കൂടെ വേദിയിലേക്ക് വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം ആനന്ദിനി ബാല, ദി ഡയറക്ടർ ഓഫ് റേച്ചൽ മൂവി, ടു ദി സ്റ്റേജ്. ഒത്തിരി സ്നേഹത്തോടും അഭിമാനത്തോടും നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് മിസ് ആനന്ദിനി ബാല. ഒരു അസോസിയേറ്റായി വന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായി, അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായി ഇന്ന് റേച്ചൽ എന്നൊരു മൂവിയിൽ എത്തി നിൽക്കുകയാണ്. വാട്ട് യു ഫീൽ മാം? പ്രിയപ്പെട്ട ദമാം സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ആദ്യ സിനിമ റേച്ചലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഇവിടെ വരുവാനും ഇങ്ങനൊരു വലിയൊരു ഇവൻറ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹവും ആരവും എന്നും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കും. താങ്ക് യു സോ മച്ച്. ഈ ഇവൻ്റ് ഓർഗനൈസ് ചെയ്ത 974 ഇവൻറ്റ്സിനും, മൂൺ ഗ്ലൈഡ്, ലുലു, പിന്നെ ടു ഓൾ ദി അതർ ഓർഗനൈസേഴ്സ്, സ്പോൺസേഴ്സ് ആൻഡ് ടു ദ ഓഡിയൻസ്, താങ്ക് യു വെരി മച്ച്. ഈ വരുന്ന ഡിസംബർ 12 റേച്ചൽ റിലീസാവുകയാണ്. എന്താ ഒരുപാട് ഇമോഷൻസിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് സീയിങ് യു ഓൾ ഓഡിയൻസ് ഹിയർ ആൻഡ് യു ആർ ചിയറിങ് അപ്പ് ഫോർ അസ്, ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അപ്പം എനിക്കുള്ള റിക്വസ്റ്റ്, നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്നാണ്.
സിനിമയുടെ റിലീസിന് മുന്നേ ഞാൻ സിനിമയെ പറ്റി സംസാരിച്ചാൽ അത് ചെറിയൊരു അഭംഗിയായി പോകുമോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്, ഒരു ഭയവുമുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. സിനിമ സംസാരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ സിനിമ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഉള്ള നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയായിരിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. താങ്ക് യു സോ മച്ച്. ഇതൊരു തുടക്കം മാത്രമാണ്. ഹൗസ്ഫുൾ ആയിട്ടുള്ള തിയേറ്ററിലുള്ള ഫിലിം ബൈ ആനന്ദിനി ബാല എന്ന് എഴുതി കാണിക്കാൻ ജഗദീശ്വരൻ ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ഈ ഒരു നോട്ടിൽ തന്നെ നമുക്ക് ആനന്ദി മാമിൻ്റെ ഒരു ഗുരുവും കൂടെ ആയ നമ്മുടെ മൂവിയുടെ എല്ലാമായ എബ്രിൻ ഷൈൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഡയറക്റ്റ് ചെയ്ത സിനിമ കൊണ്ട് തന്നെ ബമ്പർ ഹിറ്റ് അടുപ്പിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? But this genius can. Let's welcome Ebrin Shine. 1983 എന്ന ഒറ്റ ഒരു സിനിമയോട് കൂടി മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് റോക്കറ്റ് പോലെ കുതിച്ചു കയറിയ ഒരു ഡയറക്ടർ, ഫാഷൻ ഫോട്ടോഗ്രാഫർ, സ്ക്രിപ്റ്റ് റൈറ്റർ, എന്തൊക്കെ വിശേഷണങ്ങൾ നൽകിയാൽ പറ്റും സർ. വെൽക്കം ടു ദ മാം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം ഇവിടെ എത്താൻ സാധിച്ചതിൽ. ആദ്യമായിട്ടാണ് ദമാമിൽ വരുന്നത്. ഇങ്ങനൊരു അവസരം, നമ്മളൊരു സിനിമ ചെയ്യുന്നു, ആ സിനിമ ലോകം മുഴുവനും റിലീസ് ചെയ്യാൻ ശ്രമം നടത്തുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഇതിൻ്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ശേഷം അതിന് വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഇതിൻ്റെ കോർഡിനേറ്റേഴ്സിന്, ഇവിടെ വന്ന ആളുകൾക്ക്, ലുലുവിൻ്റെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു സിനിമ ഞാനിതിന് മുൻപ് സിനിമ ഫീൽഡിലേക്ക് വരുന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ്. സിനിമ എഴുതിയും മീൻസ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് നിന്നിട്ടുണ്ട്, കുറേ വർഷങ്ങൾ സിനിമ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ തുടങ്ങുന്നത് സിനിമ സംവിധാനം ചെയ്തിട്ടാണ്. കുറേ സിനിമകൾ, 3-4 സിനിമകൾ സംവിധാനം ചെയ്ത ശേഷം ആദ്യമായിട്ടാണ് മറ്റൊരാൾക്ക് വേണ്ടി തിരക്കഥ രചനയിൽ പങ്കാളിയാവുന്നത്. സാധാരണഗതിയിൽ ഒരു സിനിമയ്ക്ക് ഒരു കഥ വേണം. ആ കഥയാണ് പിന്നീട് നമ്മൾ തിരക്കഥാ രൂപത്തിലേക്ക് ആക്കുന്നത്. ഇതിൻ്റെ കഥ എഴുതിയത് രാഹുൽ മണപ്പാട്ട് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. മാതൃഭൂമിയുടെ കഥാമത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ ഒരു കഥ വായിച്ചിട്ട് ആ കഥയുടെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് അത് തിരക്കഥയാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ കഥയിൽ ഓൾറെഡി ഇൻബിൽറ്റായിട്ട് വളരെ തീക്ഷ്ണവും തീവ്രവുമായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ടായിരുന്നു, ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടായിരുന്നു. ആ കഥാപാത്രങ്ങളെ തിരക്കഥാ രൂപത്തിലാക്കി പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് കൂടെ നിൽക്കുന്നതായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പുതിയൊരു ഡയറക്ടർക്ക് വേണ്ടിയിട്ട്, പുതിയ ഒരു കഥാകൃത്തിന് വേണ്ടിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് അവരുടെ കൂടെ ഷെയർ ചെയ്യാൻ സാധിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ച് അവർക്ക് വേണ്ടിയിട്ട് എക്സിക്യൂഷന് സഹായിച്ചു. അങ്ങനെ ഒരു സിനിമ പ്രസൻറ്റ് ചെയ്യണം തോന്നിയിട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ ഞാനും കൂടെ സപ്പോർട്ട് ചെയ്ത് വന്നതാണ് ഇവിടെ. പിന്നെ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു സിനിമ ഹണി റോസ് ഇതുപോലെ ഒരു ആക്ടർക്ക് ഒരു താരപ്രഭയുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓറ ഉണ്ടാവുക. പക്ഷെ അതിനോടൊപ്പം ഒരു ആക്ടിങ് സ്കിൽ ഉള്ള ഒരു താരമാണ് ഹണി. ഈ കഥാപാത്രം ഇത് ഭയങ്കര റോ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഈ കഥാപാത്രം എന്തുകൊണ്ട് ഹണിയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർക്ക് ഇത്തരത്തിലൊരു കഥാപാത്രമായിട്ട് ഒരു രൂപമാറ്റം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ഷോൾഡർ ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ എന്നൊരു തോന്നലിൽ ആണ് ഹണിയുടെ അടുത്ത് ഈ സിനിമയുടെ കഥാപാത്രം പ്രസൻറ്റ് ചെയ്തത്. നേരത്തെ ഇതുപോലെ ഒരു ആക്ടർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടർക്ക് അയാളുടെ താളം കൊണ്ട്, അയാളുടെ റിതം കൊണ്ട്, അയാളുടെ സ്കില്ല് കൊണ്ട്, ടൈമിങ് കൊണ്ട് ഒരു ക്യാരക്ടറിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ലിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ഹണി ആ ക്യാരക്ടറിനെ ഷോൾഡർ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് സിനിമ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഹണിക്ക് അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ മുന്നിൽ അന്തസ്സോടുകൂടി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായി ഇത് മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോഷനും അതുപോലെ തന്നെ രാധിക അസാധ്യ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ടൈമിംഗ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് രാധികയും. മഞ്ജുവിനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ ബാദുഷയെ പോലെ ഒരാൾ,
ഇതുപോലൊരു സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ റിസ്ക് എടുക്കുകയും ചെയ്തിട്ട് അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ കൂടെ നിൽക്കുന്നു. ആനന്ദരിക്ക് ഇനിയും വലിയ ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ഇഷ്ടപ്പെട്ട അഭിനയിച്ച സിനിമയാണ് റേച്ചൽ. ഞങ്ങളെല്ലാവരും